ലോഗോസ് ക്വിസ് 2025 പ്രഭാഷകൻ 45-ാം അധ്യായം. പ്രഭാഷകൻ 45-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 26. 45-ാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ? ഉത്തരം മോശ, അഹറോൻ, ഫിനെഹാസ്. ആരുടെ സന്തതികളിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത്? ഉത്തരം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന്. ജനത്തിന് സുസമ്മതനായ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായ ഭാഗ്യസ്മരണാർഹനായ വ്യക്തി ആര്? ഉത്തരം മോശ. അവിടുന്ന് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയത് ആരെയാണ്? ഉത്തരം മോശയെ. മോശയെ കർത്താവ് ആർക്ക് ഭയകാരണമാകത്തക്ക വിധമാണ് ഉയർത്തിയത്? ഉത്തരം ശത്രുക്കൾക്ക്. മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പിൻവലിച്ചത് എന്താണ്? ഉത്തരം അടയാളങ്ങൾ. മോശയെ ആരുടെ സന്നിധിയിലാണ് കർത്താവ് സമുന്നതനാക്കിയത്? ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ. മോശയെ കർത്താവ് ഏൽപ്പിച്ചതെന്താണ്? ഉത്തരം തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവിടുന്ന് നൽകിയത് ആർക്കാണ്? ഉത്തരം മോശയ്ക്ക്. കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. ജനത്തിന് സുസമ്മതനായ മോശയെ കർത്താവ് ആരുടെ ഇടയിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന്. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത മോശയെ കർത്താവ് കേൾപ്പിച്ചത് എന്താണ്? ഉത്തരം തൻ്റെ സ്വരം. തൻ്റെ സ്വരം കേൾപ്പിച്ചുകൊണ്ട് കർത്താവ് മോശയെ നയിച്ചത് എവിടേക്കാണ്? ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക്. തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ മോശയെ ഏൽപ്പിച്ച കർത്താവ് അവന് നൽകിയതായി സൂചിപ്പിക്കപ്പെടുന്നത് എന്ത്? ഉത്തരം മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം. കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന്. മോശയെക്കുറിച്ചുള്ള വിവരണം നൽകുന്ന അധ്യായ വാക്യങ്ങൾ ഏത്? ഉത്തരം പ്രഭാഷകൻ 45-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ വ്യക്തിയാര്? ഉത്തരം അഹറോൻ. അഹറോനുമായി നിത്യമായ ഉടമ്പടി ചെയ്ത് കർത്താവ് അവന് നൽകിയത് എന്താണ്? ഉത്തരം ജനത്തിൻ്റെ പൗരോഹിത്യം. കർത്താവ് അഹറോനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട്. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അഹറോനെ അനുഗ്രഹിച്ച കർത്താവ് അവനെ അണിയിച്ചതെന്തായിരുന്നു? ഉത്തരം മഹിമയേറിയ മേലങ്കി, മഹിമയുടെ പൂർണ്ണത. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം മോശയെ ശക്തനാക്കിയ കർത്താവ് എന്ത് നൽകിയാണ് അഹറോനെ ശക്തനാക്കിയത്? ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി. അധികാര ചിഹ്നങ്ങൾ നൽകി അഹറോനെ ശക്തനാക്കിയ കർത്താവ് തുടർന്ന് നൽകിയതെന്താണ്? ഉത്തരം കാൽച്ചട്ട, നീണ്ട അങ്കി, എഫോദ്. അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തത് എന്താണ്? ഉത്തരം മാതള നാരങ്ങ. ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ തുന്നിച്ചേർത്തതെന്ത്? ഉത്തരം നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ മണികൾ. വിശുദ്ധ വസ്ത്രത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു? ഉത്തരം സ്വർണ, നീല, ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയതായിരുന്നു വിശുദ്ധ വസ്ത്രം. ഉറിയും തുമ്മിയും അണിയിച്ച ശേഷം ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ അഹറോനെ അണിയിച്ചതെന്താണ്? ഉത്തരം കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമപ്പുനൂൽ. കർത്താവ് അഹറോനെ അണിയിച്ച സ്വർണഫലകത്തിൽ പതിച്ചതെന്താണ്? ഉത്തരം ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ.
സ്വർണഫലകത്തിലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ എന്തുപോലെയായിരുന്നു? ഉത്തരം സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ. അഹ്റോന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്നതെന്താണ്? ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം. സ്വർണ കിരീടത്തിൽ മുദ്രയിൽ എന്ന പോലെ കൊത്തിയിരുന്നത് എന്താണ്? ഉത്തരം വിശുദ്ധി. സ്വർണം കൊണ്ടുള്ള വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന കിരീടത്തിന്റെ സവിശേഷത എന്തായിരുന്നു? ഉത്തരം നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായിരുന്നു. അന്യരാരും അണിഞ്ഞിട്ടില്ലാത്ത അഹ്റോൻ അണിഞ്ഞിരുന്ന നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമായ സ്വർണം കൊണ്ടുള്ള കിരീടം എക്കാലവും ധരിച്ചതാര്? ഉത്തരം അഹ്റോന്റെ മക്കളും പിൻഗാമികളും. കർത്താവ് അഹ്റോനെ അണിയിച്ചത് എന്തൊക്കെയായിരുന്നു? ഉത്തരം മഹിമയേറിയ മേലങ്കി, മഹിമയുടെ പൂർണ്ണത, വിശുദ്ധ വസ്ത്രം, ഉറിയും തുമ്മിയും, കടും ചുവപ്പു നൂൽ, സ്വർണഫലകം, സ്വർണം കൊണ്ടുള്ള കിരീടം. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഉത്തരം അഹ്റോന്റെ ഹോമബലി. അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചതാര്? ഉത്തരം മോശ. മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ച് അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നൽകിയ നിത്യമായ ഉടമ്പടി ഏത്? ഉത്തരം കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ, പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ, അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് മോശയെ തിരഞ്ഞെടുത്ത കർത്താവ് അഹ്റോനെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നുമാണ്? ഉത്തരം മാനവകുലത്തിൽ നിന്ന്. കർത്താവ് മാനവകുലത്തിൽ നിന്ന് അഹ്റോനെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും. പ്രഭാഷകൻ 45-ാം അധ്യായം 17-ാം വാക്യമനുസരിച്ച് കർത്താവ് അഹ്റോന് നൽകിയത് എന്താണ്? ഉത്തരം തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും. മാനവകുലത്തിൽ നിന്ന് അഹ്റോനെ തിരഞ്ഞെടുത്ത് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കർത്താവ് അവന് കൊടുത്തത് ആരെ തൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനാണ്? ഉത്തരം യാക്കോബിനെ. തൻ്റെ നിയമങ്ങളാൽ ആർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് കർത്താവ് അഹ്റോനെ തിരഞ്ഞെടുത്തത്? ഉത്തരം ഇസ്രായേലിന്. കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തത് ആര്? ഉത്തരം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. കർത്താവിൻ്റെ കോപത്താൽ നശിച്ചു പോയവരാരാണ്? ഉത്തരം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. കർത്താവ് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിച്ച് നൽകിയതെന്താണ്? ഉത്തരം പ്രത്യേകാവകാശം. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അനുവദിച്ചു കൊടുത്ത കർത്താവ് അഹ്റോന് ധാരാളമായി നൽകിയത് എന്ത്? ഉത്തരം ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം. അഹ്റോനും പിൻഗാമികളും ഭക്ഷിക്കുന്നതെന്താണ്? ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ. അഹ്റോന് ദേശത്തുണ്ടായിരിക്കുകയില്ലാത്തതെന്താണ്? ഉത്തരം യാതൊരു അവകാശവും ഓഹരിയും. ആരാണ് അഹ്റോന്റെ ഓഹരിയും അവകാശവും? ഉത്തരം കർത്താവ്. അഹ്റോനെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായ വാക്യങ്ങൾ ഏത്? ഉത്തരം പ്രഭാഷകൻ 45-ാം അധ്യായം 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എലയാസറിന്റെ പുത്രനാര്? ഉത്തരം ഫിനെഹാസ്. മഹത്വത്തിൽ 3-ാം സ്ഥാനം ആർക്കാണ്? ഉത്തരം ഫിനെഹാസിന്. ഫിനെഹാസ് തീഷ്ണതയുള്ളവനായിരുന്നത് ഏത് കാര്യത്തിലാണ്? ഉത്തരം ദൈവഭക്തിയിൽ. ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നതാരാണ്? ഉത്തരം ഫിനെഹാസ്. ഫിനെഹാസ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതെങ്ങനെ? ഉത്തരം ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. ഫിനെഹാസുമായി ഉറപ്പിക്കപ്പെട്ടത് എന്താണ്?
ഉത്തരം ഒരു സമാധാന ഉടമ്പടി. സമാധാന ഉടമ്പടിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഫിനെഹാസ് വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കാൻ, ഫിനെഹാസും സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും. ദാവീദിൻ്റെ പിതാവാര്? ഉത്തരം ജസ്സെ. ജസ്സെ ഏത് ഗോത്രജനാണ്? ഉത്തരം യൂദാ ഗോത്രജൻ. യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഉറപ്പിക്കപ്പെട്ടതെന്താണ്? ഉത്തരം ഒരു ഉടമ്പടി. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം ആർക്കാണ്? ഉത്തരം അഹ്റോൻ്റെ സന്തതികൾക്ക്. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത്? ഉത്തരം ജ്ഞാനം കൊണ്ട്. 45-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പ്രഭാഷകൻ എന്ത് നശിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം ഐശ്വര്യം. തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് പ്രഭാഷകൻ ആശംസിക്കുന്നത് എന്താണ്? ഉത്തരം മഹത്വം.